ഹായ്, ജോഫി ജോസാണ്. ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ഡീസൽ കാറിൽ ഞാൻ പെട്രോൾ അടിച്ചു. ഇത്രയും കാലത്തിനിടയ്ക്ക് ആദ്യത്തെ മണ്ടത്തരം. എന്നും നമ്മുടെ പമ്പിൽ ചെല്ലുമ്പോൾ നമ്മുടെ ഈ സംഭവം എടുക്കുമ്പോൾ കൈ മാറി പോകാറുണ്ടെങ്കിൽ ഇതുവരെ ഞാൻ അടിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ കഴിഞ്ഞ ദിവസം അടിച്ചു. എന്റെ ഡീസൽ കാറിൽ ഞാൻ പെട്രോൾ അടിച്ചു. അശ്രദ്ധ, തിരക്ക്, എന്താ പറയാ, അതൊക്കെ മൂലം സംഭവിച്ചാണ്. പലർക്കും സംഭവിച്ചിട്ടുണ്ടാവും. ഇത് ഗൂഗിളൊക്കെ ചെയ്ത് നോക്കിയപ്പോൾ ഒരുപാട് സെർച്ചൊക്കെ നടക്കുന്ന വലിയൊരു വിഷയമാണ്. അപ്പൊ എനിക്ക് സംഭവിച്ചതിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പൊ ആദ്യമേ പറഞ്ഞോട്ടെ, പെട്രോൾ വണ്ടിയിൽ ഡീസൽ അടിച്ചാലും ഡീസൽ വണ്ടിയിൽ പെട്രോൾ അടിച്ചാലും സംഭവം കുറച്ച് എമൗണ്ട് അടിച്ചിട്ടുള്ളൂ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇൻഷുറൻസ് കവറേജോ അല്ലെങ്കിൽ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ടെക്നീഷ്യനെ വിളിക്കാനുള്ള സൗകര്യം ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ വിളിക്കുക. വണ്ടി സ്റ്റാർട്ട് പോലും ചെയ്യരുത്. ഇൻ കേസ് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നിങ്ങൾ കുറച്ച് ദൂരം ഓടിക്കാനുള്ള മനസ്സ് കാണിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അതൊരു വലിയൊരു ദുരന്തത്തിലേക്ക് വഴിവെക്കാം. അപ്പോൾ ഇൻഷുറൻസ് കമ്പനി എഞ്ചിനിന് കംപ്ലൈന്റ് ഒക്കെ വന്ന് ഫ്യൂൽ ഇഞ്ചക്ടർ ഒക്കെ മാറ്റേണ്ടി വരുന്ന അവസ്ഥയിലൊക്കെ ആണെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് ഭയങ്കരമായിട്ട് കാശ് ഇറങ്ങും. അപ്പൊ എനിക്ക് എന്തൊരു മണ്ടത്തരം, ഇങ്ങനെ ഞാൻ പെട്രോൾ അടിച്ചതിന് ശേഷം ഞാൻ ജസ്റ്റ് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്തു, പക്ഷെ വണ്ടി അനക്കിയില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ വണ്ടി എടുക്കാൻ വരുന്ന ആൾക്കാർ പറഞ്ഞു പേടിക്കാനില്ല, ഞങ്ങൾ ഡ്രൈൻ ചെയ്തിട്ട് സംഭവങ്ങളൊക്കെ സെറ്റാക്കി തരാമെന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ കുറച്ച് വീഡിയോയും അതിന്റെ സംഭവങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് കാണാം. അപ്പോൾ ഇന്നത്തെ ഏറ്റവും വലിയ മണ്ടത്തരാണ്, നമ്മുടെ ഡീസൽ കാറിൽ ഞാൻ അറിയാണ്ട് പെട്രോൾ അടിച്ചു. സംഭവം ജസ്റ്റ് 1 ലിറ്റർ പോലും കയറിയിട്ടില്ല. അപ്പൊ തന്നെ ഞാൻ ഓഫ് ചെയ്തു. പക്ഷേ ഇനി വണ്ടി ഡീസൽ അടിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പണി കിട്ടുന്ന അറിയാവുന്നതുകൊണ്ട് ഞാൻ വണ്ടി ഇവിടെ ഇട്ടിട്ട് നമ്മുടെ ഇൻഷുറൻസ് കമ്പനീനെ കോണ്ടാക്ട് ചെയ്തു. അപ്പോൾ റാക്ക് എന്ന് പറയുന്ന ടീം, റോഡ് സൈഡ് അസിസ്റ്റൻസ് ടീം വരുന്നുണ്ട്. ഞാനിപ്പോൾ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. നല്ല അടിപൊളി അവസ്ഥയാട്ടോ. തിരക്കുണ്ടാകുമ്പോൾ നമ്മൾ മറന്നു പോകുന്ന കാര്യങ്ങളാണ്. ഏതാ എടുത്തേക്കുന്നത്, ഡീസലാണോ പെട്രോളാണോ എടുത്തേക്കണേന്ന് നമ്മൾ നോക്കാതെ ഒറ്റ അടിയടിച്ച്. ഈ പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പം ഇങ്ങനെ പെട്ട് കിടക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് വണ്ടി ഓൺ ചെയ്യാൻ പോലും പാടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ വണ്ടി ഓൺ പോലും ചെയ്യരുത്, വണ്ടി സ്റ്റാർട്ട് ചെയ്യരുത്, വണ്ടി അങ്ങനെ ഇട്ടേക്കുക. പിന്നെ നമ്മൾ ആദ്യം തന്നെ വണ്ടി ലോക്ക് ചെയ്തിട്ട് നമ്മുടെ ഇവിടുത്തെ ആൾക്കാരെ ചെന്ന് അറിയിക്കുക, നമ്മുടെ വണ്ടി ഇവിടെ കിടക്കുന്നുണ്ട്, റോഡ് സൈഡ് അസിസ്റ്റൻസിന് വെയിറ്റ് ചെയ്യാണ്, അവർ പിക്ക് ചെയ്യാനായിട്ട് നമ്മുടെ വണ്ടി ടോ ചെയ്ത് കൊണ്ടുപോകാൻ സമയമെടുക്കും എന്ന് അറിയിക്കുക. നമ്മൾ UK കാര്യമായിട്ട് പറയുന്നത്. എന്നിട്ട് നമ്മുടെ ഇൻഷുറൻസ് കമ്പനീനെ അറിയിക്കുക. റോഡ് സൈഡ് അസിസ്റ്റൻസ് ഓപ്ഷൻ ഉണ്ടെങ്കിൽ അവരെ അറിയിക്കുക, ഇൻഷുറൻസിനെ അറിയിക്കുക. അല്ലെങ്കിൽ റാക്ക്, അങ്ങനെ കുറേ ടീംസ് ഉണ്ട്. അപ്പോൾ അവർ വന്നിട്ട് നമ്മുടെ വണ്ടി കൊണ്ടുപോയി വണ്ടിയുടെ എല്ലാ സംഭവം ക്ലീൻ ചെയ്ത് നമുക്ക് വണ്ടി കുട്ടപ്പനാക്കി തരും എന്നാണ് അറിവ്. ഞാൻ എന്തായാലും ഇപ്പോൾ അവരെ വെയിറ്റ് ചെയ്യാണ്. ഏകദേശം 1 മണിക്കൂറോളമായി. 1 മണിക്കൂറിനുള്ളിൽ എത്തുന്ന പറഞ്ഞേക്കുന്നത്. ഇപ്പോൾ എനിക്കൊരു കോൾ വന്നു, അവർ ഉടനടി എത്തുമെന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യാണ് കേട്ടോ. സോ ഇവരാണ് ടീം. ഫ്യൂവൽ ഡോക്ടർ ആൾ വന്നു, നമ്മുടെ സൈനൊക്കെ ചെയ്ത് വാങ്ങി. ആളിപ്പോൾ തന്നെ സംഭവം ഡ്രൈൻ ചെയ്ത് തരാമെന്ന് പറയുന്നത്. നമുക്ക് എന്തായാലും നോക്കാം. അപ്പോൾ ആൾ പറയാൻ കുഴപ്പമില്ല, നീ വണ്ടി സ്റ്റാർട്ട് ചെയ്തെങ്കിലും കുഴപ്പമില്ല, ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വണ്ടിയിൽ നിന്ന് എടുക്കുന്ന ഫ്യൂവല്, ആ ഡീസൽ ഇതേ ആൾ ഇതിലേക്ക് കളക്ട് ചെയ്യാം കേട്ടോ, ആളുടെ ഇതിലേക്ക്. അപ്പോൾ മിക്സായ മറ്റേ ഫ്യൂവല് പിന്നെ ഒന്നിനും ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് പറയണം. അപ്പോൾ ആളതെല്ലാം കൂടെ കളക്ട് ചെയ്യുന്നു. പെട്ടെന്ന് തീർക്കാമെന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം. നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ പരിപാടി ഉണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ആളെ കീ വാങ്ങിയിട്ട് ഓൺ ചെയ്ത് നോക്കാൻ പോകുന്നുണ്ട്. നോക്കട്ടെ പൊട്ടിത്തെറിക്കുമെന്ന്. അപ്പോൾ എന്തായാലും ഞാൻ UK ആദ്യമായിട്ട് കാണണം കേട്ടോ. ഫ്യൂവൽ ഡോക്ടർ, UK's ഫ്യൂവൽ എമർജൻസി സർവീസ് എന്നാണ് ഈ ടീമിൻ്റെ പേര് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവരെ കോണ്ടാക്ട് ചെയ്യുക. അപ്പോൾ ആൾ പറയുന്നത് ആൾ ഒരു ദിവസം 5 മിനിറ്റിൽ ആൾക്ക് 2 കോളെങ്കിലും വെച്ച് വരുമെന്ന് പറയണത്. അപ്പോൾ നമ്മളെ സമാധാനിപ്പിക്കാൻ പറയുന്നതായിരിക്കും. സംഭവം മിക്കവർക്കും സംഭവിക്കുന്നുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഇതുവരെ നമ്മൾ 18-ാം വയസ്സിൽ ലൈസൻസ് എടുത്ത് വണ്ടി ഓടിച്ചു തുടങ്ങി. ഇപ്പോൾ 40-ാം വയസ്സ് എത്തിയിട്ട് നമ്മുടെ ലൈഫിൽ ആദ്യമായിട്ട് സംഭവിച്ചതായിട്ടോ. നമ്മുടെ തിരക്കും നമ്മുടെ ക്ഷമയില്ലായ്മയും കാരണം നടക്കുന്നതാണ്. പോട്ടെ, പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഇതേ കണ്ട നമ്മുടെ ഫ്യൂവലൊക്കെ ഇങ്ങനെ വലിച്ചെടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. Right, you just want to fill it up and I'll make sure it starts up okay. എന്നോട് നമ്മുടെ ഫില്ല് ചെയ്ത് നോക്കിയിട്ട് സ്റ്റാർട്ട് ചെയ്യാനാണ് പറയണത് കേട്ടോ. അപ്പോൾ ഞാൻ ഒന്ന് ഫില്ല് ചെയ്ത് നോക്കട്ടെ. ഡീസൽ ഫുൾ ടാങ്ക് പെട്രോൾ അടുപ്പിച്ചു, ഫുൾ ടാങ്ക് ഡീസൽ അടുപ്പിച്ചു. അവൻ്റെ വാറണ്ടി ഒരു കുഴപ്പമുണ്ടാവില്ല, ധൈര്യമായിട്ട് ഓടിച്ചു വന്നു. എന്തായാലും നോക്കാം. അപ്പോൾ ഇനി ഞാൻ വലിയ വണ്ടിയും കൊണ്ടാണ് വന്നേക്കണേ. ഇനിയിപ്പോൾ ലിഡിയാനെ വിളിച്ച് പറഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ. അപ്പോൾ നമ്മുടെ ക്ഷമയില്ലായ്മയും തിരക്കും നമ്മുടെ മണ്ടത്തരം കാരണം നമ്മളിങ്ങനെ ഡീസൽ വണ്ടിയിൽ പെട്രോൾ അടിച്ചു അല്ലെങ്കിൽ പെട്രോൾ വണ്ടിയിൽ ഡീസൽ അടിച്ചു എങ്കിൽ നമ്മൾ വീണ്ടും ക്ഷമ കാണിക്കണം.
പിന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്യാനോ ഇവിടുന്ന് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് കുറച്ച് പെട്രോളെല്ലാം അടിച്ചിട്ടുള്ളൂ അല്ലെങ്കിൽ കുറച്ച് ഡീസലെല്ലാം മാറി അടിച്ചിട്ടുള്ളൂ എന്നും പറഞ്ഞിട്ട് വീണ്ടും ഫില്ല് ചെയ്ത് കൊണ്ടുപോകാതിരിക്കുക. പ്രത്യേകിച്ച് തീ പിടിക്കാൻ തന്നെ കാരണമാകുന്ന അല്ലെങ്കിൽ പഴയ വണ്ടികളൊക്കെ ആണെങ്കിൽ എപ്പോൾ കത്തിപ്പോയി എന്ന് ചോദിച്ചാൽ മതി എന്നൊക്കെയാണ് അവർ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ക്ഷമിക്കുക, അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. അപ്പോൾ അവർ വരും, അവരിങ്ങനത്തെ കാര്യങ്ങളിൽ എക്സ്പേർട്ടാണ്. അപ്പോൾ എല്ലാവരും പറയുന്നുണ്ടായിരുന്നു ചെറിയൊരു എമൗണ്ടിലാണ് നിങ്ങൾ ഡീസലോ പെട്രോളോ മാറ്റി അടിച്ചെങ്കിലോ ഒന്നും ശ്രദ്ധിക്കേണ്ട, ഫുൾ ടാങ്ക് അടിച്ചിട്ട് നേരെ ഓടിച്ചോളാൻ പറഞ്ഞു. അപ്പൊ നമ്മളുടെ എഞ്ചിനീയർ വന്നിട്ട് നമ്മളോടും പറഞ്ഞു നീ കുറച്ചെല്ലാം അടിച്ചിട്ടുള്ളൂ, കുഴപ്പമില്ല, ഫുൾ ടാങ്ക് അടിച്ച് ഓടിച്ചാലും ചിലപ്പോൾ രക്ഷപ്പെടാൻ ചാൻസ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. പക്ഷെ ആള് ഫുൾ ഡ്രെയിൻ ചെയ്തിട്ട് തന്നെയാണ് നമുക്ക് വണ്ടി തന്നത്. ഫുൾ പെട്രോൾ ആള് തന്നെ ഡീസൽ ആള് വലിച്ചെടുത്തു. അപ്പോൾ ഒരുപാട് വീഡിയോസ് ഒക്കെ ഉണ്ട് ഇങ്ങനെ ചെറിയ എമൗണ്ടേ ഉള്ളൂ, നിങ്ങൾ പേടിക്കണ്ട, ഫുൾ ടാങ്ക് അടിച്ച് ഓടിച്ചു എന്നൊക്കെ പറയുന്നവരുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. നിങ്ങളുടെ വണ്ടിയുടെ വിലയും അല്ലെങ്കിൽ നിങ്ങളുടെ സമയനഷ്ടവും ധനനഷ്ടവും ഒക്കെ മുൻനിർത്തിയിട്ട് നിങ്ങൾ ആലോചിക്കുക എന്താ ചെയ്യേണ്ടതെന്ന്. ഒരു ടെക്നീഷ്യനെ വിളിച്ചിട്ട് ഡ്രെയിൻ ചെയ്തിട്ട് യൂസ് ചെയ്യായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുന്നു, നമ്മുടെ ഓർമ്മക്കുറവും ശ്രദ്ധക്കുറവും മൂലം പറ്റുന്ന അപകടങ്ങളാണ്. അപ്പൊ നമ്മൾ വീണ്ടും വണ്ടി സ്റ്റാർട്ട് ചെയ്ത് വണ്ടി ഓടിച്ചുകൊണ്ട് വീണ്ടും അടുത്ത മണ്ടത്തരത്തിലേക്ക് പോകരുത്. വലിയ ധനനഷ്ടവും സമയനഷ്ടവും നാട്ടുകാരുടെ സമയവും നാട്ടുകാർക്കും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാക്കും. അപ്പൊ ഇത്രയേ ഉള്ളൂ, ശ്രദ്ധിക്കുക. എന്റെ അശ്രദ്ധ കൊണ്ട് സംഭവിച്ച പോലെ നിങ്ങൾക്കും സംഭവിക്കാതിരിക്കട്ടെ. അപ്പോൾ കാണാം. താങ്ക്